നീതിമാൻ നോഹ. സ്തോത്രം. അപ്പൊ നമ്മളെല്ലാവരും ആരുടെ മുമ്പിൽ നിന്നിട്ട് പോകാവൂ? ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഏത് വശത്തോട്ടായിരുന്നാലും പോകത്തുള്ളൂ. ഇന്ന് എന്റെ ദൈവം നോഹയോട് പറഞ്ഞു, നോഹയെ, അന്നത്തെ ആ തലമുറയിൽ, പാപം നിറഞ്ഞ തലമുറയിൽ നോഹ മാത്രമാണ് വിശുദ്ധൻ, ബാക്കി എല്ലാവരും പാപത്തിൽ കിടക്കുകയാണ്. ദൈവം നോഹയെ വിളിച്ചു. നോഹയോട് പറഞ്ഞു, നോഹയെ, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. നോഹ, പപ്പ ശരി, ഉണ്ടാക്കാം. അറിഞ്ഞൂടാ പെട്ടകം കണ്ടിരിക്കുന്നത്? നമ്മളാണെങ്കിൽ കർത്താവ് എനിക്ക് അറിഞ്ഞൂടാ, അറിയാന്നുള്ള ആരെങ്കിലും? നോഹയ്ക്ക് വേറെ ഒരു മറുപടി ഏൽപ്പിച്ചു, ചെയ്യാപ്പാന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ തരാം, അതിന്റെ എത്ര നീളം എത്ര വീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ തരാം, എന്റെ അളവിൻ പ്രകാരം നീ പണിയാം. അത് നോഹ എന്ത് ചെയ്തു? സമ്മതിച്ചു. പെട്ടകം എല്ലാം പണിതു, എല്ലാരെയും വിളിച്ചു. പക്ഷെ കയറിയതാര് മാത്രം? അവരും കുടുംബം മാത്രം. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, അതിനകത്ത് ഈ രണ്ട് വിധം എല്ലാത്തിൽ നിന്നും കയറ്റാൻ പറഞ്ഞു അല്ലേ? ഈ രണ്ട് വിധം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പാമ്പിനെ വിളിച്ച വരുമോ? 2 പാമ്പ് കയറി. പക്ഷെ ദൈവം പെട്ടകം തുറന്നു വെച്ചപ്പോ പാമ്പ് പതുക്കെ എഴഞ്ഞ് എവിടെ കയറി? എന്നിട്ട് നമുക്ക് ഉറപ്പായിട്ട് അറിയാം, പാമ്പ് വന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഉപദ്രവിക്കും. മറ്റേ പാമ്പ് കടിക്കുന്ന ഏതോ ചിലതിനെയൊക്കെ പാമ്പ് എന്ത് ചെയ്യും? ഉപദ്രവിക്കും. പക്ഷെ പാമ്പ് കയറി അതിന്റെ സീറ്റിൽ ചുമ്മാ കയറി ഒതുങ്ങി. കാരണം എന്താ? അങ്ങനെയാണ് പെട്ടകം എന്ന് പറഞ്ഞത്. പ്രാവുകൾ അതും 2 വിധം കയറി. ആരും പറഞ്ഞില്ല, വരി വരി അവിടെ തള്ളുമില്ല, ഒന്നുമില്ല, ഒന്നും. മനുഷ്യനോടെ വരി വരി നിൽക്കവരിവിടെ ഇല്ലല്ലോ. ആന 2 വന്ന് വരി വരിയായിട്ട്. ഇന്ന് ഇവിടെ ആന കണ്ടാ കിട്ടുന്നതിന് ചവിട്ടും. ഇത് അന്നാ പതുക്കെ വന്നു, ക്യൂ നിന്നു. പതുക്കെ ആനയുടെ കൂടെ ആയപ്പോ പതുക്കെ കാലം വെച്ചങ്ങ്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതിന്റെ റൂട്ടിൽ നേരെ പോയി അവിടെ ചെന്നങ്ങ് ആരെ ഉപദ്രവമില്ല, വഴക്കില്ല, ഉടക്കില്ല. സ്തോത്രം. ചെന്നായും ആടും അടുത്ത് വന്നു. ആട് ഫ്രണ്ടിൽ കയറി. ആടിനെ ചെന്നായി കണ്ട എന്ത് ചെയ്യും? കീറും. പക്ഷെ പെട്ടകത്തിനകത്ത് കയറിയപ്പോ അവിടെ നിന്നവരൊക്കെ ഇപ്പൊ തന്നെ ഈ പൊട്ട നോഹ തന്നെ, ഇയാൾ ആരെങ്കിലും ഈ ചെന്നായിനെ കൊടുത്ത് ആടിനെ കയറ്റും? ഇപ്പൊ കടിച്ചു കീറിയത് ആടിനെല്ലാം നോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. ഒരു പക്ഷെ അവരെല്ലാം ഈ മനുഷ്യനെ കണ്ട പൊട്ടനായിട്ട് തോന്നിക്കാണു അല്ലേ? അയ്യേ, വട്ടം തന്നെ, ഇയാളെ പോലെ ഒരു വട്ടം വേറെ ഇല്ല. കാരണം നോക്ക്, അവരെ കുടുംബം കയറി ഈ മൃഗങ്ങളെ മുഴുക്കരുതാ. ഇവന്മാരെ എല്ലാത്തിനും കൊന്നത് തന്നെ ഈ മൃഗം കയറി. ഒറ്റ ചവിട്ടിനല്ലേ ഉള്ളു, ആനയൊക്കെ തട്ടിയ പിന്നെ. അപ്പൊ സകലതും ഈ 2 വിധം, കരടിയും ആനയും ഉറുക്കനും അടുത്ത് സിംഹവും എല്ലാ കടുവയും. അപ്പൊ കടുവയൊക്കെ അറിയും, പിന്നെ സിംഹം പറയണ്ടല്ലോ. അപ്പൊ അവിടെ നിന്നവരെല്ലാം കണ്ടിട്ട് ചിരിച്ചതാണ്, ഇത് ലൂസ് തന്നെ, എന്തോ കുഴപ്പം തന്നെ എന്നൊക്കെ ചിന്തിച്ചത്. പക്ഷെ കടുവ അങ്ങോട്ട് കാല് വെച്ച് കയറിട്ട് അതിന്റെ സ്ഥലത്ത് നിന്ന് മിണ്ടാതെ സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേൽ വീണപ്പോ സിംഹത്തിന് കടിക്കാൻ പറ്റിയോ? പെട്ടകത്തിനകത്ത് കയറിയപ്പോ ഉടയവന്റെ പെട്ടകത്തിനകത്ത് കയറിയ സിംഹമായാലും കരടിയായാലും വള്ളിപ്പുലി ആയാലും, കോഴി കയറി വള്ളിപ്പുലി എടുത്ത് ഒരനക്കമില്ല. അവർ 2 കൂട്ടുകാരാട്ടിക്കുക. അതൊക്കെ കോഴി കുഞ്ഞും കോഴിയും ഒക്കെ നിൽക്കുന്നു, വള്ളിപ്പുലി തൊട്ടടുത്ത്. അവര് തപ്പി തടവി സന്തോഷമായിട്ട് ഒരനക്കവും. പക്ഷെ പുറത്തെങ്കില ഇപ്പം തിന്നു ചോദിച്ച നോക്കിയേ. അപ്പൊ ആ പെട്ടകത്തിനത് എല്ലാം കയറിയപ്പോ എല്ലാരും വിചാരിച്ചു എല്ലാം പോക്ക് തന്നെ. പക്ഷേ പർവ്വതത്തിൽ, നിർത്തേണ്ട പർവ്വതത്തിൽ, അരാരത്ത് പർവ്വതത്തിൽ ഈ പെട്ടകം പൊങ്ങുകയും ചെയ്തു, നിർത്തേണ്ടത് നിർത്തുകയും ചെയ്തു. ഈ വെള്ളം മഴ പെയ്ത് പൊങ്ങുകയും ചെയ്തു. ബാക്കി സകലതും തീരുകയും ചെയ്തു. ഈ പെട്ടകവും പെട്ടകത്തിനകത്തുള്ള മൃഗങ്ങളും ഈ ആൾക്കാരും മാത്രം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. വേറെ ആരും എന്ത് ചെയ്യില്ല, രക്ഷപ്പെട്ടില്ല. ഞാൻ പറയട്ടെ, ഇതൊരാഴമായി ഞാൻ പറയുകയാണ്. ഇതുപോലെ ഒരു ദിവസം കർത്താവ് നമുക്ക് ഇന്ന് പെട്ടകത്തിൽ കയറാൻ നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. ഇന്ന് ഈ പെട്ടകം കണ്ടിട്ടും നമ്മൾ കടക്കാതെ, കാലെടുത്ത് വെക്കാതെ, വരിയായി നിൽക്കാതെ, അർത്ഥം വചനാനുസരിക്കാതെ, മുട്ടുമടക്കാതെ, ദൈവം പറയുന്ന ആലോചനകൾ, ദൈവം പറയുന്ന ദൂതുകൾ കേൾക്കാതെ ഞാനും നിങ്ങളും നമുക്ക് തോന്നിയ ദിവസം പോയാലും ഒരു ദിവസം എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും, ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ ആരാധിക്കാത്തവരും റിപ്പോർട്ട് ചെയ്തേ തീരൂ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് സന്തോഷം. എന്റെ അപ്പന്റെ മാറിൽ ചാരി അവരങ്ങ് കർത്താവിന്റെ കൂടെ ആയിരിക്കും. എന്നാൽ മറ്റുള്ളവരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയിടും. അപ്പൊ ഒറ്റ വ്യക്തിക്കും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരാളെ ഉള്ളതരാ? യേശു ക്രിസ്തു. യേശുവിന്റെ മുമ്പിൽ പോയിട്ടേ പോകും.
യേശുവിന്റെ മുമ്പിൽ പോകാതെ ഈ മുഴു ലോകത്തിലും എത്ര ആളുകളുണ്ടോ അത്രയും ആളുകളും യേശുവിന്റെ മുമ്പിൽ പോകാതെ ഒരൊറ്റ വ്യക്തിക്കും നരകത്തിലും പോകാൻ പറ്റത്തില്ല, സ്വർഗത്തിലും പോകാൻ പറ്റത്തില്ല. എവിടെ പോകണമെങ്കിലും ആരെ കണ്ടിട്ടേ പോകും. അപ്പൊ എന്തൊക്കെ ചെയ്താലും എത്ര ഉയരെ പറഞ്ഞാലും സമ്മാനം വാങ്ങാൻ മൂട്ടി വന്നേ പറ്റൂ, താഴെ വന്നേ പറ്റൂ, അല്ല സമ്മാനം വാങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഒളിച്ചോടി എത്ര വളഞ്ഞ വഴിയിലൂടെയും ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന വളഞ്ഞ വഴിയിലൂടെയൊക്കെ എന്ത് ചെയ്യാം? ഇന്ന് അനേകർ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, അനേകർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, വചനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതിനേക്കാളും വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. പക്ഷെ എത്ര വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് ആരാധിച്ചാലും ശരി, ഞാൻ പറയാം, ഒരു ദിവസം സമ്മാനമാക്കിയ ദൈവത്തിന്റെ മുമ്പിൽ പോയേ. നരകം എന്ന സമ്മാനം വാങ്ങണമെങ്കിൽ അങ്ങനെ പോകാം, സ്വർഗം എന്ന സമ്മാനം വാങ്ങണമെങ്കിൽ അങ്ങനെ പോകാം. എന്തായാലും അവിടെ പോയേ, ഒറ്റ വ്യക്തിക്കും പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1-ാം വചനം മുതൽ എടുത്ത വേദപുസ്തകം യോഹന്നാൻ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 1-ാം വചനം മുതൽ വായിച്ചേ. അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബേ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. നിക്കോദെമോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. ഇപ്പൊ അടയാളം ചെയ്യുന്ന അത്ഭുതം ചെയ്യുന്ന എല്ലാം എന്ത് ചെയ്തു? ഈ മനുഷ്യൻ പറഞ്ഞു. അടുത്ത വരി, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ, അർത്ഥം എന്താ? യേശുവിന്റെ സ്വഭാവം നിന്റെ മേൽ വന്നില്ലെങ്കിൽ നീ എത്ര എന്ന് പറഞ്ഞാലും ഒരു രക്ഷയും ഉണ്ട്. പുതുതായി ജനിച്ചില്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും, ഈ ഞാനായിരുന്നാലും പുതുജനനം ഇല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടൊരർത്ഥവും ഒരു പ്രയോജനമില്ല. പ്രസംഗിക്കാം, ആൾക്കാരുടെ കയ്യടി വാങ്ങാം, ഒരു പ്രയോജനവും. അവിടെ ചെന്ന് നേരെ നരകത്തില്. ഇത്രേ ഉള്ളൂ. വീണ്ടും ജനിച്ചില്ലെങ്കിൽ, വീണ്ടും ജനിക്കുമ്പോ ആരെ പോലെ ആകും? യേശുവിനെയാണ് ധരിക്കുന്നത്. നമ്മുടെ സ്വഭാവങ്ങളെല്ലാം മാറി മക്കളെ താഴെ വരും. നമ്മുടെ സ്വഭാവങ്ങളെല്ലാം മാറി ആരുടെ സ്വഭാവത്തിലോട്ട് വരും? ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറയാൻ തുടങ്ങും. അടുത്ത വരെ വായിച്ചേ. ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. അടുത്ത് നിക്കോദെമോസ് അവനോട്, ഞാൻ വയസ്സായി വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാം. അയാൾക്ക് അറിയത്തില്ല. അടുത്ത് അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അടുത്ത വരി, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കണ്ടോ? യേശുവിലൂടെ ജനിക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ ജനിക്കണം, ദൈവശക്തിയാൽ നിറയണം, ദൈവകൃപയാൽ നിറയണം, ദൈവത്തിന്റെ പൈതലായി മാറണം. ദൈവത്തിന്റെ പൈതലായി മാറുമ്പോൾ ആളെന്ത് ചെയ്യും? മാറും. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചേ തീരും, ദൈവശക്തിയിൽ നിറഞ്ഞേ തീരും, പുതിയൊരാളായി മാറിയേ തീരും. പഴയ സ്വഭാവങ്ങളൊന്നും പാടില്ല. കള്ളത്തനോ കപടവും വിരോധവും ദേഷ്യവും പകയും പിണക്കവും മറ്റുള്ളവരോടുള്ള ചിന്തകളൊന്നും പാടില്ല. നമ്മൾ കർത്താവിന്റെ മക്കളാണ്. മക്കൾക്ക് കുറെ ഗുണങ്ങളുണ്ട്, അത് യേശുവിന്റെ ഗുണങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വന്നേ തീരൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് 10-ാം അധ്യായം 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. അയാളുടെ പേര് കൊർന്നല്യോസ് എന്നാണ്. വായിച്ചേ. 10 എന്ന പട്ടണത്തിൽ എന്ന് പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അടുത്ത വരി, അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി കുടുംബമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. അടുത്ത് ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. ജനത്തിന് എന്ത് കൊടുക്കും? ധർമ്മം കൊടുക്കും. അടുത്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. എപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കും? ദൈവത്തോട് പ്രാർത്ഥിക്കും. അടുത്ത് അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി. പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന മുറിക്കകത്ത് ആര് വരും? സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വരും, ദൂതന്മാർ ഇറങ്ങി വരും. ഇന്നിനകത്തിരിക്കുന്ന പൈതൽ, നീ വ്യത്യസ്തമായ വേദനയോട് ഭാരത്തോടെ ഇരിക്കുന്നത്. പക്ഷെ നിന്നെ തണുപ്പിക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നോട് സംസാരിക്കാൻ, നിന്നോട് ഇടപെടുവാൻ, നിന്നോട് മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്. ആരൊക്കെ മാറ്റിവിടുമ്പോഴും മാറ്റിവിടാത്തൊരു ദൈവമുണ്ട്, കരുതുന്നൊരു ദൈവമുണ്ട്. ഇറങ്ങി വന്ന് നമ്മുടെ കുറവുകളെ ഉണർത്തുക മാത്രമല്ല, നമ്മുടെ തെറ്റുകളെ ഉണർത്തുക മാത്രമല്ല, നമ്മുടെ കണ്ണുനീരും കൂടെ തുടയ്ക്കുന്ന, തീർന്നില്ല, നമുക്ക് വേണ്ടി ഉറവകളെ കൂടെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഹാഗർ എന്ന സഹോദരി സ്വത്രം വീട് വിട്ടിറങ്ങുമ്പോൾ ആ സഹോദരി പോകുന്ന വഴിയിൽ ദൈവം ഇറങ്ങി നിന്നു, ദൂതൻ ഇറങ്ങി നിന്നു. അവിടെ സംസാരിക്കാൻ ഇടയായിത്തീർന്നു. അവിടെ സ്വത്രം ദൈവം ആ സഹോദരി കണ്ടു. അവിടെ ചെന്ന് ദൈവം ആ സഹോദരിയോട് സംസാരിച്ചു. ദൈവത്തിന്റെ ദൂതൻ സഹോദരിയോട് സംസാരിച്ചു. സഹോദരി പറഞ്ഞു, എന്നെ കാണുന്നവൻ ഇവിടെയും കണ്ടുവല്ലോ, എന്നെ കാണുന്നവനെ ഇവിടെയും കണ്ടുവല്ലോ. ആ സഹോദരി ദൈവം കണ്ടു. ഇന്നിനകത്തിരിക്കുന്ന
പൈതലേ, പ്രാർത്ഥിക്കുന്ന മകനെ മകളെ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്വത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അടുത്ത് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ അതിനകത്ത് കിടക്കുന്നു ഹാഗർ എന്ന സഹോദരി സ്വത്രം തന്റെ കുഞ്ഞുമായിട്ട് പോകുന്ന രംഗം. അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അല്പം അടയും കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. സ്വത്രം കുഞ്ഞിന് അട തീർന്നു, അപ്പം തീർന്നു, ഇനി കുഞ്ഞിന്റെ മരണമേ ഉള്ളൂ. മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഒരു അമ്പിൻപാട് ദൂരത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഈ സഹോദരി പൊട്ടിക്കരയുമ്പോൾ അവിടെ വിളിക്കുകയാണ്, ഹാഗറേ, ഹാഗറേ, നിന്റെ കുഞ്ഞിന്റെ നിലവിളി ഞാൻ കേട്ടു. കണ്ടോ? ഹല്ലേലൂയ. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് ഏത് പ്രാർത്ഥനയ്ക്കും അതിന്റെ മറുപടി തരുവാൻ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിയിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിയിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ പാടി വീഴാതോടുവാൻ, ഉലകവയിൽ കൊണ്ടു ഞാൻ പാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നിക്കോദോമസ് വന്നു. കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് ഒരു പ്രയോജനവും അവൻ എന്നോട് പറഞ്ഞ് പുതുതായി ജനിച്ചില്ലെങ്കിൽ കർത്താവിനെ കാണാനോ കർത്താവിന്റെ രാജ്യത്തിൽ കിടക്കാനോ ഉള്ളതെന്ന് പറഞ്ഞു. നിക്കോദോമസിന് മനസ്സിലായി, വീണ്ടും ജനിച്ചേ പറ്റൂ സ്വർഗ്ഗത്തിൽ പോവാൻ. ഞാനെന്ന് പറഞ്ഞാലും വീണ്ടും ജനിച്ചേ പറ്റൂ. അവിടെ സ്വത്രം നിക്കോദോമസിനെ ദൈവം പറഞ്ഞു, തൊട്ട് താഴോട്ട് വരുമ്പോൾ, നീ ഉപദേഷ്ടാവായിരുന്നിട്ടും മനസ്സിലാകുന്നില്ലയോ, നീ അറിയുന്നില്ലയോ? ഉണ്ടോ? ഒരുപാട് ഉപദേഷ്ടാക്കന്മാർക്ക് ഇന്ന് സത്യം, ഞാൻ ഇന്ന് ഓരോ തവണയും ചിന്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ പള്ളിക്കകത്തുനിന്ന് യേശുപ്പന്റെ സത്യവചനം ഒന്ന് ഇറങ്ങിയെങ്കിൽ ഈ ബൈബിളിലുള്ളത് മാത്രം പ്രസംഗിച്ചാൽ മതിയായിരുന്നു. എല്ലാ പള്ളിക്കകത്തും എല്ലാ ആളുകളും രക്ഷിക്കപ്പെടുന്നത്. നരകം ഒഴിയത്തില്ലേ? അതല്ലേ ഏറ്റവും വലുത്. എല്ലാ പള്ളിക്കാരും രക്ഷിക്കപ്പെടുമായിരുന്നു. ദൈവത്തിന് സ്വന്തം ഈ വചനം അനുസരിച്ചു കർത്താവിന്റെ വചനം എന്ത് പറയുന്നോ അത് പള്ളിക്കകത്ത് ആ പള്ളി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. പള്ളിയിലെ ജനങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവിടെ സത്യവചനം വെളിപ്പെട്ടാൽ ആരാധന വെളിപ്പെടും. ആരാധന വെളിപ്പെട്ട കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ ഭൂതങ്ങൾ മാറും. ജനം എന്ത് ചെയ്യും? യേശുവിനെ കണ്ടുമുട്ടും, മാനസാന്തരപ്പെടും, പരിശുദ്ധാത്മാവ് വരും, ദൈവശക്തി ഇറങ്ങും, ജീവന്റെ പുസ്തകത്തിൽ പേര് വരും. സത്യം മാത്രം പറഞ്ഞാൽ മതി. ദൈവത്തിന് സ്വത്രം. എന്നാൽ സത്യം ഉപദേശിക്കുന്ന ഒരുപാട് അടുത്ത് അവിടെയാണ് ആൾക്കാരും കൂടുതൽ. ദൈവത്തിന് സ്വത്രം. അപ്പോ നിക്കോദോമസിനോട് യേശു മുഖത്ത് നോക്കി പറഞ്ഞുടാ, എനിക്ക് രക്ഷിക്കാൻ അറിയാം, എനിക്ക് ഹാഗറിന്റെ അടുത്ത് നിന്ന് ദൂതനെ വിട്ട് സംസാരിക്കാൻ അറിയാം, എനിക്ക് ഇരുന്ന് സംസാരിക്കാൻ അറിയാം, അവളുടെ കണ്ണീർ തുടയ്ക്കാൻ അറിയാം, അവൾക്ക് അപ്പുറത്ത് ഉറവ തുറക്കാൻ എനിക്ക് അറിയാം, അടഞ്ഞ വഴി തുറക്കാൻ എനിക്ക്. പക്ഷെ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോവാൻ നിനക്ക് തനകെ കിട്ടും. ഉള്ളതുള്ളതുപോലെ പറഞ്ഞു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10 വരുമ്പോൾ വായിച്ചേ, 1:1 മുതൽ വായിച്ചേ. അടുത്തവര് ഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ശരിക്കും സാധുക്കളെ സഹായിക്കുമായിരുന്നു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. 9 മണി നേരത്ത് ദർശനത്തിൽ ദൈവദൂതൻ സ്പഷ്ടമായി അടുത്ത് വരുന്നു കണ്ടു. അടുത്ത് കൊർന്നല്യോസേ, അപ്പൊ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ഒന്നുകിൽ ദൈവവേലക്കാരിലൂടെ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? നമ്മളോട് ഈ ഇവിടെ ആരാധനയ്ക്ക് വരുന്നവരോട് ദൈവം ഇവിടെ നടത്തുന്നതിലൂടെ എന്ത് ചെയ്യും? വ്യക്തമായിട്ട് എന്ത് ചെയ്യും? സംസാരിച്ചിരിക്കും. ഈ ഷീറ്റും ഈ കല്ലും ഈ ചുവരും ഈ തടിയെല്ലാം ഇതിന്റെ ഉത്തരം പറയും. അവർ പിടിച്ചുകൊണ്ടിരിക്കുകയല്ല.
ഞാൻ ചിന്തിക്കും ചിലത് ഇതിവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ എല്ലാം പിടിച്ചോണ്ടിരിക്കുക, തടിയേ ഉള്ളു, ഇതെല്ലാം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. ബൈബിളിൽ അങ്ങനെയല്ലേ കിടക്കുന്നത്. സ്വത്രം. ഇപ്പൊ എല്ലാം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക, എല്ലാം റെക്കോർഡിങ്ങാണ് നടക്കുന്നത്. സ്വത്രം. നമ്മളെ റെക്കോർഡിങ് നമ്മൾ വിചാരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് മാത്രം അല്ല, കർത്താവ് റെക്കോർഡ് ചെയ്യേണ്ടവരെ കൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോ ഇവിടെ കേട്ടില്ല എന്ന് പറയാൻ ആർക്കും, അതല്ലേ കവലകളിൽ പ്രസംഗിക്കുന്നത്, യേശു ഒന്ന് കേട്ടില്ല എന്ന് പറയാൻ. ഇനിയിപ്പോ നമുക്ക് പരസ്യ ശുശ്രൂഷ അടുത്ത സ്വാതന്ത്ര്യ ചൊവ്വാഴ്ചയുണ്ട്. അപ്പൊ നേരിട്ടിങ്ങനെ ഗ്യാരേജോ അങ്ങോട്ടും ഇല്ലടോ അങ്ങ് പറയുമ്പോൾ പല വ്യത്യസ്ത മതസ്ഥരായിരിക്കും കേൾക്കുന്നത്. അവരന്ന് അവിടെ വരുമ്പോൾ അവിടെ യേശുവിനെ കേട്ടിരിക്കും, ഒരു വാക്കെങ്കിലും ഒരു വരിയെങ്കിലും കേൾക്കുമ്പോൾ അവർ കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കർത്താവ് അറിയിക്കേണ്ടവരിലൂടെ അറിയിക്കും. അംഗീകരിക്കുന്നത് അംഗീകരിക്കാത്തത് മുട്ടുമടക്കാത്തത് എല്ലാം അവരുടെ ഇഷ്ടം, ദൈവം വിട്ടുകൊടുക്കും. നിനക്ക് ഒന്നുകിൽ യേശുവിനെ എന്ത് ചെയ്യാം, സ്വീകരിക്കാം. എന്നായിരുന്നാലും എവിടെ കൂടെ നീ സഞ്ചരിച്ചാലും എവിടെ വന്നേ തീരൂ, യേശുവിന്റെ അടുത്ത് എവിടെ കൂടെ പോയാലും അവിടെ വരണം. നിനക്ക് കാര്യം ശരിയല്ല, നീ ഏത് വഴിയോ വെക്കോ, പക്ഷേ നീ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ടേ നീ പോവൂ എന്നാണ് യേശു പറഞ്ഞത്. ഒരു ദിവസം യേശുവിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തേ പറ്റും. അവിടെ വച്ചാണ് മനസ്സിലാകുന്നത് നമ്മൾ വളഞ്ഞ വഴിയിലൊക്കെ സഞ്ചരിച്ചിട്ടും യേശുവിനെ കാണാതെ ഒരു രക്ഷയില്ലെന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന എന്നോട് നിങ്ങളോടും ഉള്ളത് ഇവിടെ ആരാധനയ്ക്കകത്ത് എന്ത് ചെയ്യും, പറയുമ്പോ മുട്ടുമടക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, മുട്ടുമടക്കാം, വചനം അംഗീകരിക്കാം, ഏറ്റെടുക്കാം, അതിനായി സമർപ്പിക്കാം. അത് ചെയ്യാം, സമർപ്പിക്കുക മാത്രമല്ല അത് ചെയ്യാം. പക്ഷെ സ്വത്രം ഇതൊക്കെ ഇവരുടെയൊക്കെ സ്വഭാവം തന്നെ. ഇനിയിപ്പോ ഇതൊന്നും തട്ടിക്കളയുന്നവർക്ക് കളഞ്ഞിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് അവസാനം എവിടെ ചെന്നിക്കാം, ആ കർത്താവിന്റെ അടുത്ത് നിന്നിട്ട് ഇതിനെ കെട്ടി നിത്യനരകത്തിലേക്ക് തള്ളിയിടുവൻ. അവിടെ എന്തുണ്ട്, കരച്ചിലും പല്ലിയടിയുണ്ട്. അവിടെ ഇടുവെന്ന് യേശു പറയും, അത്രേ ഉള്ളൂ. പക്ഷെ പറയേണ്ടവരെ കൊള്ളിച്ച് ദൈവം പറയിക്കും. ഒരു വ്യക്തിക്ക് പോലും പോകാത്ത ഒരു കുഞ്ഞിനെ കൊണ്ടെങ്കിലും ഒരു ദൂതനെ കൊണ്ട് നിർത്തിയെങ്കിലും പറയിപ്പിച്ചിരിക്കും. എല്ലായിടവും വചനം എത്തിക്കട്ടെ. എന്തിനാണ്? ഇങ്ങനൊരു ദൈവം ഉണ്ട്. സ്വത്രം. ഈ ദൈവത്തിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, എത്തിക്കും. ഇനി കൊർന്നേലിയോസിന്റെ കാര്യം വായിച്ചേ. അങ്ങനെയുള്ളവരത് ദശാംശം കാണിക്കൊക്കെ കൊടുക്കുമായിരുന്നു. അടുത്ത് ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. അവൻ അവരോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും കണ്ടോ കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥന നീ കൊടുത്തതെല്ലാം ആരുടെ അടുത്തെത്തി? കർത്താവിന്റെ അടുത്തെത്തി. കാരണം അയാൾ കൊടുത്തതെല്ലാം ഹൃദയം നിറഞ്ഞാ കൊടുത്തത്. കരഞ്ഞുകൊണ്ടൊന്നും ഹൃദയം നൊന്തും തേങ്ങിയും ഞരങ്ങി ഒന്നും കൊടുത്തില്ല. കൊടുത്തതല്ല സന്തോഷത്തോടെ കൊടുത്തു. ദൈവ സന്തോഷത്തോടെ സ്വീകരിച്ചു, വിശ്വാസത്തോടെ കൊടുത്തു. എങ്ങനെ? ഞാൻ യേശുവിന് കൊടുക്കുന്നത് ഞാൻ കൊടുത്തു. ആ പ്രാർത്ഥനയും ആ ആരാധനയും ആ കൊടുത്തതും എല്ലാം ആരുടെ അടുത്തെത്തി? ദൈവത്തിന്. അത് വിശ്വാസത്തോടെ കൊടുത്തു. ഞാൻ കൊടുക്കുന്നത് മനുഷ്യനല്ല, ദൈവത്തിനാണ്. അത് ദൈവം സ്വീകരിച്ചു. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ കൊർന്നേലിയോസിനോട് ദൈവത്തിന് ഒത്തിരി ഇഷ്ടം തോന്നി. കൊർന്നേലിയോസ്, നീ ഇതെല്ലാം ചെയ്യുന്നല്ലോടാ, പക്ഷെ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ കുറച്ച് കാര്യങ്ങൾ വേണം. അവനോട് സംസാരിക്കാൻ അവന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി. അടുത്ത വരി വായിച്ചേ, എന്തിനാ ഇറങ്ങിയെന്ന്? ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന് അപ്പോസ്തലപ്രവൃത്തി 10 അധ്യായമാണ് വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10 കിട്ടിയോ? വായിച്ചേ. എത്ര വായിക്കെന്ന് പറഞ്ഞേ? 6. തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു. അവന്റെ വീട് എവിടെ? കടൽപ്പുറത്ത്. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരൻ രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവൻ ദൈവഭക്തനായ ഒരു പടയാളിയെ വിളിച്ചു സകലം വിവരിച്ചു പറഞ്ഞു യോപ്പയിലേക്ക് അയച്ചു. പിറ്റേന്ന് അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയ കുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവർ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇടജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് അത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസിന് എന്തുണ്ട്? ജാതി സ്പിരിറ്റ് ഉണ്ട്. വലിയവനെന്നും ചെറിയവനെന്നും ഓരോ വലിയവനും ചെറിയവനും മാത്രമല്ല, വ്യത്യസ്തമായ ജാതി സ്പിരിറ്റ് ആക്കൊണ്ട് പത്രോസിനുണ്ട്. ദൈവം ആ ജാതി സ്പിരിറ്റിനെ പൊട്ടിക്കാനാണ് തുപ്പട്ടി ഇറക്കിയത്. അല്ലെങ്കിൽ കൊർന്നേലിയോസിന്റെ വീട്ടിൽ ആര് പോകൂല? നിങ്ങൾ അടുത്ത അധ്യായം വായിക്കും, മനസ്സിലാവും. 11 അധ്യായം. അപ്പൊ അതിപ്പോ വായിക്കണ്ട, ഇത് വായിച്ചാൽ മതി. അപ്പോ ഇത് പൊട്ടിക്കാൻ ദൈവം എന്തെല്ലാം കാര്യം ചെയ്തെന്ന് വെച്ചാൽ കൊർന്നേലിയോസിന്റെ വീട്ടിൽ ദൂതനിറക്കി. യോപ്പയിലേക്ക് ആളായി അഡ്രസ്സും കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തിട്ട്
പത്രോസിന് എന്തിറക്കി? തുപ്പട്ടി. അല്ലെങ്കിൽ അവൻ പോകത്തില്ല, പത്രോസ് പോകത്തില്ല. കൊന്നാലും ശതാധിപന്റെ വിടില്ല, ഞാൻ വരൂല. അവൻ എനിക്ക് പോകാൻ പറ്റുന്ന ജാതിയൊന്നും അല്ല. അയ്യോ ഞങ്ങൾക്ക് കയറാൻ പാടില്ല, പോകത്തില്ല. ദൈവം അപ്പുറത്ത് ചെയ്തിട്ട് ഇപ്പുറത്ത് കണ്ടോ, തുപ്പട്ടി ഇറക്കേണ്ട ഒരു തുപ്പട്ടി ഇറക്കി. ഇനി ദൂതൻ ഇറക്കേണ്ടത് തുപ്പട്ടി ഇറങ്ങുന്നതിന് മുൻപാണ് ഈ 3 പേര് പുറത്ത് നിന്നെങ്കിലോ ഒന്നും നടക്കാൻ പറ്റില്ല. ഇവർ ചെല്ലും മുമ്പേ ആര് കണ്ടു? തുപ്പട്ടി. കണ്ടോ, അതാ പറഞ്ഞ അതത് സമയത്ത് ദൈവം ചെയ്യാനുള്ള എല്ലാം ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. അടുത്ത വരി. മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും നിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2ാം പ്രാവശ്യം അവരോട്, ദൈവ ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. ദൈവ ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കില്ല. അടുത്ത് ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചു. അടുത്ത വരി. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുന്നു. കൊർന്നേലിയോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാൽക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപടിയുള്ള ശീമോൻ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകാ എന്ന് പറഞ്ഞു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങി ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. അതിന് അവർ, നീതിമാൻ ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാൽ സാക്ഷ്യമുണ്ട്. നീതിമാൻ ദൈവഭക്തൻ, യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനും ആയ കൊർന്നേലിയോസ് എന്ന ശതാധിപനെ നിന്നെ വീട്ടിൽ വരുന്ന നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് വിശുദ്ധ ദൂതനിൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു. അവൻ അവരെ അകത്ത് വിളിപ്പിച്ചു, പാർപ്പിച്ചു. പിറ്റന്നാൾ എഴുന്നേറ്റ് അവരോട് കൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവരോട് കൂടെ പോയി. പിറ്റന്നാൾ കൈസരിലെത്തി. അവിടെ കൊർന്നേലിയോസ് ചർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസ് എഴുന്നേൽക്ക, ഞാൻ ഒരു മനുഷ്യനത്രേ, ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്ന് കൂടിയിരിക്കുന്നത് കണ്ട് അവനോട് അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദ നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നു. എങ്കിലും ഒരു മനുഷ്യനെ മലിനമോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിക്കാതിരുന്നെങ്കിൽ പോകുമായിരുന്നോ? ഇല്ല. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് കൊർന്നേലിയോസ് നാലാകും നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9 മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. കൊർന്നേലിയോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കുക, അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. നീ വന്നത് ഉപകാരം. കർത്താവിനോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ. പത്രോസ് പറയുന്ന കേൾക്കാനല്ല ഇരിക്കുന്നവനെ, കർത്താവ് പറയുന്നത് കേൾക്കാനാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത വരി കരങ്ങൾ അടിച്ചെന്ന് 4 വരി പാടിക്കേ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. അവൻ യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാടാൻ കാംക്ഷിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാടാൻ കാംക്ഷിച്ചിടുന്നേ. ഓ പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം തൻ വഹിച്ചതാ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം തൻ വഹിച്ചതാ. ഓർക്കുന്തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കുന്തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാടാൻ എന്നു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാടാൻ എന്നു സാധ്യമോ. നല്ലവനെ വല്ലഭനെ പൊന്നു കാന്തനെ അല്ലത്ത് പരന്നു വന്നു ചേർത്തിടുമെന്നെ. അവേ നല്ലവനെ വല്ലഭനെ പൊന്നു കാന്തനെ അല്ലത്ത് പരന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല ബോധത്തോട് വീണകളെതി, അവേ തുല്യമില്ല ബോധത്തോട് വീണകളെതി.
ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. അവൻ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. 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 ഹല്ലേലൂയ. നിക്കോദോമസ് നേരിട്ട് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ പുതുതായി ജനിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. എടാ, നീ ജനിച്ചാലും ജനിച്ചില്ലെങ്കിലും ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ പുതുതായി, അല്ലെങ്കിൽ നീ ഇങ്ങനെ വന്ന് എന്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും. നീ നല്ല കാര്യമൊക്കെ പറഞ്ഞു, നീ ഉപദേഷ്ടാവാണ്, നീ നേരായിട്ട് പറയുന്ന ഒക്കെ പറഞ്ഞു, കർത്താവിനെ പൊക്കിയൊക്കെ പറഞ്ഞു, ശരി, അതെല്ലാം സത്യം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നീ സ്വർഗത്തിൽ പുതുതായി ജനിച്ചില്ലെങ്കിൽ യേശു ഉള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു. ആക്ക് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും. പക്ഷെ കൊർന്നല്യോസിന്റെ വീടിനകത്ത് കൊർന്നല്യോസ് ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, എല്ലാം ചെയ്യും. പക്ഷേ അയാൾക്ക് സ്നാനപ്പെട്ടിട്ടുമില്ല, അയാൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടും. ഇത് പറയാനാണ് ആരെ ഇറക്കിയത്? ദൂതനെ ഇറക്കിയത്. ഒന്ന്, നീ സ്നാനപ്പെടും, രണ്ട്, നീ പരിശുദ്ധാത്മാവ് പ്രാപിച്ചേ തീരും. പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ദൈവശക്തിയിൽ നിറഞ്ഞ് കർത്താവ് തരുന്ന അന്യഭാഷകൾ സംസാരിച്ച് കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവ് കർത്തൃമേശയിൽ പങ്കെടുത്ത് അപ്പോസ്തലിക ഉപദേശപ്രകാരം കർത്താവിന്റെ മുമ്പിൽ കീഴടങ്ങിയേ തീരും. ഇത് വെളിപ്പെടുത്തി കൊടുക്കാൻ കൊർന്നല്യോസിന്റെ വീടിനകത്ത് ആരിറങ്ങി? ദൂതനെ പറഞ്ഞയച്ചു ദൈവം. കൊർന്നല്യോസെ, നിനക്ക് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാം, കളയണമെങ്കിൽ കളയാം. 4 ദിവസം നീ പറയൂല, നീ അറിഞ്ഞില്ല എന്ന് പറയില്ല. സ്വത്രം അപ്പോഴുണ്ട് നമ്മള് സ്വത്രം നമ്മള് എന്റെ ജീവിതത്തിന് പണ്ട് അങ്ങനെയായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് സ്നാനം എടുത്തിട്ട് നേരെ ഇവിടെ പോയി, ഞാൻ പോയ പള്ളി തന്നെ പോയിക്കൊണ്ടു. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എത്ര വളഞ്ഞ വഴിയിൽ കൂടെ പോയാൽ ഞാൻ ഇനി പ്രസാദിക്കണം, എന്റെ വചനപ്രകാരം വന്നാല് എത്ര വളഞ്ഞ വഴി കൂടെ പോയാലും പോവാം. സ്നാനം എടുത്ത ഭയങ്കര സന്തോഷം. വീണ്ടും വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാം, വേണമെങ്കിൽ നേരെ വഴി വന്ന് ആൾക്കാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നിനക്ക് ജീവിക്കാം. മനുഷ്യനെ ഭയപ്പെട്ടാൽ നിന്റെ ഭയം ഒരു കെണിയായിരിക്കും, പക്ഷെ ദൈവ ഭയം നിനക്കില്ല. മനുഷ്യ ഭയം ഒരു കെണിയായിട്ട് കിടക്കും, അവസാനം ഈ ഭയം നരകത്തിലെത്തിക്കും. പക്ഷേ നീ മനുഷ്യന്റെ മുഖം നോക്കാതെ ദൈവത്തിന്റെ മുഖം നോക്കി മുട്ടുമടക്കിയാൽ ഈ ഭൂമിയിലെ നന്മയും നിനക്കുണ്ട്, സ്വർഗത്തിലെ നന്മയും. കർത്താവിൽ ജീവിക്കുന്ന ഒരു പൈതൽ ഒന്നിനും കുറവ് വരില്ല. ബാലസിംഹങ്ങൾ ഇരട്ടാതെ വിശന്നിരിക്കുക, അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അബ്രഹാം ദൈവത്തിന്റെ വിളിയായിട്ട് ഇറങ്ങി, ആരെ നോക്കിയില്ല, വിഗ്രഹം ഉണ്ടാക്കുന്ന അപ്പനെ നോക്കിയില്ല, ദേശത്തെ നോക്കിയില്ല, ബന്ധുക്കളെ നോക്കില്ല, ചാർച്ചക്കാരെ നോക്കില്ല. കർത്താവിന് സത്യം പറഞ്ഞു, ഇറങ്ങ മക്കളെ നോക്കി. അയാള് വിഗ്രഹത്തെ വലിച്ചെറിഞ്ഞ് ആർക്കായി ഇറങ്ങി? ദൈവത്തിനായിട്ട് ഇറങ്ങി അങ്ങ് സഞ്ചരിക്കാൻ തുടങ്ങി. കർത്താവ് കൂടെ ഇരുന്നു, കർത്താവ് നടത്തി. അയാൾക്ക് ഒരു മകനെ കൊടുത്തു. മകന്റെ പേര് തോന്നാ ഇസഹാക്ക്. അപ്പനെ അമ്മയെ മാത്രമല്ല അനുഗ്രഹിച്ചത്, മകനെയും ദൈവം ചെയ്തു. അപ്പനെ അനുഗ്രഹിച്ചു, അമ്മയെ അനുഗ്രഹിച്ചു. ഇസഹാക്കിനെ ദൈവത്തിന് വേണ്ടി ജീവിച്ചപ്പോ അയാളെ മകന് ദൂതൻ ചെന്നൊരു പെൺകുട്ടിയെ, നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവിനോട് ജീവിച്ചാൽ നല്ല പ്രായം വന്നിട്ട് അപ്പനെ വിട്ടുകൊടുത്താൽ. അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചിറക്കിയത്. എന്നാൽ അബ്രഹാം ദൈവത്തിന് വേണ്ടി വിഗ്രഹവും സകലതും ഒക്കെ വിട്ട് കർത്താവിന്റെ വചനപ്രകാരം ഇറങ്ങിയപ്പോൾ അബ്രഹാമിന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുക മാത്രമല്ല, ദൂതന്മാരിറങ്ങി നിന്ന് സംസാരിക്കും. ദൈവം തന്നെ ദൂതനെ പോലെ ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി നിന്ന് സംസാരിച്ചു. എവിടെയെല്ലാം ഇറങ്ങി സംസാരിച്ചു, തീർന്നില്ല. തന്റെ മകനാകുന്ന ഇസഹാക്കിന് വേണ്ടി പെൺകുട്ടിയെ ആലോചിക്കാൻ ദൂതനെ മുമ്പേ പറഞ്ഞയച്ചു. അവിടെ പെൺകുട്ടി ഒരുക്കി വെച്ചു. എന്നിട്ട് എലിയാസർ പോവുകയാണ്. ദൈവം ഒരുക്കിയ പെൺകുട്ടിയെ തന്നെ എന്ത് ചെയ്തു? ഇസഹാക്കിന് കിട്ടി. സ്വത്രം ശ്രദ്ധിച്ചു കേട്ടെ. അങ്ങോട്ട് വളർന്നു. ഇസഹാക്ക് കല്യാണം കഴിഞ്ഞു, അങ്ങ് ജീവിച്ചു. അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ആ സമയത്ത് ഇസഹാക്കിന് ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. മോനെ, നിനക്ക് ക്ഷാമം എന്ന് പറഞ്ഞുകൊണ്ട് നീ പേടിക്കണ്ട, നീ അങ്ങ് വിതച്ചാൽ മതി. ദൈവത്തിന്റെ അടുത്ത് നിന്ന് പോയില്ല, ദൈവത്തിൽ തന്നെ നിന്നു. അവൻ മരുഭൂമിയിൽ പ്രതിസന്ധിയുടെ നടുവിൽ വിതച്ചു. 100 മേനി വേണം. മനസ്സിലായോ? ദൈവത്തിന് വേണ്ടി നിന്നാൽ അപ്പനെയാണ് വിളിച്ചത്. പക്ഷെ ഇപ്പൊ മോന്റെ കാര്യം കൂടി ഇപ്പൊ ആര് നോക്കുന്നു?
ഇനി എത്ര തലമുറയുണ്ട് അത്ര തലമുറ കാര്യമായിട്ട് നോക്കിക്കോളും. നമ്മൾ വിശ്വസ്തയുടെ ദൈവഭാഗത്ത് നിന്ന് ബാക്കി കാര്യമായിട്ട് നോക്കും. വിശ്വസ്തത വേണം, ദൈവവചനം നമ്മൾ വേണം. ആൾക്കാർ എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യില്ലേ. ദൈവം തള്ളിയാലോ പോക്ക്. ആൾക്കാർ തള്ളിയാലോ, പേര് വെട്ടി മാറ്റിയാലോ, സ്വത്രം റേഷൻ സാധനം തന്നില്ലെങ്കിൽ ഒരു വിഷയമില്ല. ദൈവത്തിന് സ്വത്രം. ഇന്ന് ഒരു പഞ്ചവും ഇല്ല. ദൈവം ഒരു വഴി അല്ലെങ്കിൽ മറുവഴി തുറന്നിരിക്കും. തുറന്നു വെച്ചാൽ മറ്റൊരു വഴി അടയ്ക്കുമ്പോൾ ചിന്തിച്ചോളണം. അബ്രഹാമിന്റെ കുടവും വെള്ളവും അടച്ചു, അത്രയും കൊടുത്തു വിട്ടു. അപ്പുറത്ത് ആ സഹോദരി കാത്തിരുന്ന ഒരു ഗുണ, ഇപ്പുറത്ത് ഇവർ ഒരു കുടം വെള്ളമല്ലേ കൊടുത്തു വിട്ടേ. അപ്പുറത്ത് കുടത്തിൽ ഇളക്കാൻ പറ്റുമോ? തീരൂ. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ, ദൈവം അടച്ചാൽ ആർക്കും തുറക്കാനും. ദൈവം ഒരു പിള്ളയ്ക്ക് വേണ്ടി തുറന്നിട്ടുണ്ടോ? ഇനി ആരൊക്കെ തലകുത്തനെന്നാലും അവർ അനുഗ്രഹിക്കപ്പെടാൻ ചെയ്യും. അതിന് ആരും ഇനി ശാപമായിരുന്നാലും മന്ത്രമായിരുന്നാലും പൂജയായിരുന്നാലും എന്ത് കുന്തം കൊണ്ടുവച്ചാലും അവിടെ ഒന്നും നടക്കാൻ അവർ ഫയർ ആയിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അവർ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം എന്താ? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അവരിലുള്ള ഭീതി ജനത്തിന് വരും. അവർ അനുഗ്രഹിക്കപ്പെടും. എന്തുകൊണ്ട്? ദൈവവചനപ്രകാരം ഇറങ്ങുന്ന പൈതലിനെ ദൈവം നോക്കും. ദൈവവചനപ്രകാരം ഇറങ്ങി ആരെ നോക്കിക്കൊള്ളും? നമ്മളെ മാത്രമല്ല, നമ്മളെ കുടുംബത്തെ മാത്രമല്ല, നമ്മളെ മക്കളെ. ഇനി അങ്ങോട്ട് യേശുവിന്റെ വരവ് എത്ര നമുക്ക് അറിഞ്ഞുകൂടും. അത്രയും തലമുറകളെയും എൻ്റെ ദൈവം തിരിയും പോറ്റും. ഉറപ്പാ. അതത് സമയമാകുമ്പോൾ അവർ കൊടുക്കേണ്ടതെല്ലാം എന്ത് ചെയ്യും? എല്ലാം നന്മ കിട്ടും. ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ യേശു വരുമ്പോ ധൈര്യത്തോളം ധാരാളം എവിടെ ചെന്ന് പ്രവേശിക്കാം. ധാരാളമായി എവിടെ ചെന്ന് നമ്മളെ വീട്ടിനകത്ത്, നമ്മളെ വീട് എവിടെ? സ്വർഗം. ധാരാളമായി പ്രവേശിക്കാം. അല്ലെങ്കിൽ ഏത് വഴി കൂടെ, കുറുക്ക് വഴി കൂടെ സഞ്ചരിച്ച് അവസാനം കർത്താവിന്റെ മുമ്പിൽ പെടൂലെന്ന് പറഞ്ഞാണ് സഞ്ചരിച്ച് അവസാനം കർത്താവിന്റെ മുമ്പിൽ ചെന്നിട്ട് അവിടെ നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് ഇവിടെ നിന്ന് യേശുവിനെ കണ്ടുമുട്ടി വചനപ്രകാരം പോകുന്നതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. ചിലപ്പോൾ വീട്ടുകാർ തള്ളും. അതല്ലേ അന്നമ്മ, മാമൻ, സഹോദരി, സ്വത്രം കർത്താവിനെ കണ്ടുമുട്ടിയതാണ് കാരണം. അവർ പള്ളിക്കാരാണ്. എന്നിട്ട് പോലും ഈ സത്യം തിരിച്ചറിഞ്ഞ് ഈ മകൾ വന്നപ്പോ വേദപുസ്തകം വലിച്ചെറിയുന്നു, പുസ്തകം വലിച്ചെറിയുന്നു, സകലത് വലിച്ചെറിയുന്നു. സ്വത്രം സഹോദരി പുറന്തള്ളുന്നു. കർത്താവിനെ ആരാധിച്ചതിന്റെ, യേശുവിനെ ആരാധിച്ചതിന്റെ പേരില്ല, പക്ഷെ പുറന്തള്ളുന്നു. പക്ഷേ എന്താ സംഭവിച്ചേ? ആ സഹോദരി ഇവരെ അടിയും ചാട്ടും തൂപ്പും അല്ല അവർ കണ്ടത് അവരുടെ കൂടെ നിൽക്കുന്ന ദൈവത്തെ. ഒരുപാടി യാത്ര ചെയ്യും ഞാൻ, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരയ്ക്കും. ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരയ്ക്കും. ലോകത്തിൻ ബാലത കോമളത്വം, വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ, മേലുള്ള യെരൂശലേം നിത്യഗ്രഹം. യാത്ര ചെയ്യോ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരയ്ക്കും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പാടിയല്ലോ. അവരടിച്ചിറക്കിയപ്പോൾ യേശുവിനാണ് അവര് കണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മളിപ്പോ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മളെ വീട്ടുകാർ ചിലപ്പോൾ എതിരാവും, നാട്ടുകാരെതിരാവും, സ്വന്തം ബന്ധുക്കൾ എതിരാവും. എന്തുകൊണ്ടാ? നമ്മൾ സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് എതിരാവും. എതിരായാലും നമ്മൾ പേടിക്കേണ്ടത് ആരെ? ദൈവത്തെ. അവരെതിരാകുകയോ ആകാതിരിക്കാത്ത എന്റെ വിഷയമല്ല. എന്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നതാണ് എന്റെ വിഷയം. ഹല്ലേലൂയ. ഇവര് അവരെ എന്ത് പറയും, ഇവരെന്ത് പറയുന്നല്ല എന്റെ വിഷയം. എന്റെ വിഷയം, എന്റെ പേര് സ്വർഗത്തിൽ. അപ്പൊ കൊർന്നേല്യോസിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങി. സ്നാനപ്പെടാത്തവരോട് കർത്താവ് പറഞ്ഞു, നീ നാളെ ചെന്ന് സ്നാനപ്പെടണം. എത്ര പേര് പോകും? അത് തോന്നിയതായിരിക്കും കേട്ടോ, അത് തോന്നിയതായിരിക്കും. ദൂതപ്പോ ഒരു പാസ്റ്റർ എന്ന് പറയുന്നിരിക്കട്ടെ, എത്ര പേര് അംഗീകരിക്കും? പക്ഷെ ഇവിടെ നോക്കിയോ, കൊർന്നേല്യോസും കുടുംബവും കൂട്ടത്തോടെ ചെയ്തു സ്നാനപ്പെട്ടു. എന്തുകൊണ്ട്? അയാൾക്ക് അറിയില്ല വില. ഇവരെല്ലാരും നിങ്ങൾ വീട്ടിൽ പോയിട്ട് അവർ അധ്യായമായിരുന്നു പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. എന്തുകൊണ്ട്? ദൈവത്തെ അവരനുസരിച്ചു, വില കൊടുത്തിരുന്നു. ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാം ദൈവം തരും, പക്ഷെ സ്വർഗത്തിൽ പോകാനുള്ളത് ഒരുക്കിക്കൊള്ളും.
ഇവിടെ പിടിക്കുന്ന ഒന്നും അവിടെ കാണില്ല. ഇവിടെ യേശുവിലുള്ളത് എന്തുണ്ടോ അതെല്ലാം എവിടെ ഉണ്ട്. നമ്മളെല്ലാം നേടിക്കോ, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ സ്വർഗത്തിൽ പോകാനുള്ളത് കൂടെ നേടാതിരുന്ന, അതിന് പൈസ കൊടുക്കണ്ട, നേടാതിരുന്ന സഹോദരങ്ങളെ നിത്യ തീപ്പൊയ്ക്കകത്ത് ഞാനും നിങ്ങൾ ഇരയാകും. അതുകൊണ്ട് ദൈവവചനം കേട്ട് ഈ വചനം കേട്ടനുസരിച്ചാൽ നമുക്ക് എന്ത് വരും? യെശയ്യാ 1:20 വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 1:20 വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 1:20 വാക്യം. തൊട്ട് മുമ്പ് നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ നന്മ അനുഭവിക്കും. മത്സരിക്കുന്നുവെങ്കിലോ ഇത്രയേ ഉള്ളൂ. കേട്ടനുസരിച്ചാൽ നമുക്ക് എന്തുണ്ടാകും? നന്മയുണ്ടാകും. എല്ലാ സ്ഥലങ്ങളിലും എവിടെ പോയാലും പേടിക്കാനൊന്നും ഒരു പേടിക്കാനുണ്ട്. കർത്താവിനെ ആരാധിക്കുന്നു, ചേർത്ത് പിടിച്ച് പറയണം. ഇപ്പൊ നിന്നെ പഴയതുപോലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ കവറിനകത്തിട്ടുണ്ടല്ലോ ദിവസം, ചേർത്ത് പിടിച്ചിട്ട് പറയണം, ഞാൻ ഇപ്പോൾ യേശുവിനെ കണ്ടുമുട്ടി, എൻ്റെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്നോട് വെറുപ്പുണ്ട്, പക്ഷെ എൻ്റെ യേശു എൻ്റെ സ്നേഹിതനാണ്. ആരൊക്കെ വെറുത്താലും ഞാനിവിടെ കണ്ണടയ്ക്കുമ്പോൾ അപ്പൻ്റെ അടുത്ത് കാണും. ഹല്ലേലൂയ. യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു. പാപത്തെ വിട്ട് തിരിഞ്ഞു. ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊള്ളട്ടെ, എനിക്കൊരു കുഴപ്പവും ഇല്ല. യേശു എന്നെ തള്ളിക്കളഞ്ഞാലാണ് നരകത്തിൽ പോകുന്നത്. വീട്ടുകാരും നാട്ടുകാരും എന്നെ തള്ളിക്കളഞ്ഞ ഒരു കാര്യവും ഇല്ല. അതുകൊണ്ടാണ് ലൂക്കോസ് 12:5. ലൂക്കോസ് 12:5. ആരെ ഭയപ്പെടണം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, ആരെയാ ഭയപ്പെടേണ്ട? നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെയാണോ? നമ്മൾ പറയും ഭർത്താവിന് കീഴ്പ്പെടണമെന്ന് പറയും, ശരിയല്ലേ? ബൈബിളില്ലേ? ഭർത്താവിന് കീഴ്പ്പെടണം, സത്യമാണ്. പക്ഷെ നീ വിഗ്രഹത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അതിന് കീഴ്പ്പെടാൻ പറ്റുമോ? നമ്മൾ സത്യം പറഞ്ഞത് ഒന്നാലും വിഗ്രഹത്തെ ആരാധിക്കില്ലേ? അതൊന്നും പറ്റൂല. കർത്താവിന്റെ രാജ്യത്തിൽ പോകുന്ന നമ്മൾ ഏറ്റെടുത്തോ, അല്ലേ? നമ്മളെ ഭർത്താവിന്റെ മക്കൾക്ക് നാട്ടുകാർക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന യേശുവിന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ പൂർണ്ണമായിട്ട് പ്രാപിച്ചോളണം. 4 വിരൽ നീളം എല്ലാവർക്കും ഉള്ളൂ, എല്ലാവർക്കും അതേ ഉള്ളൂ. പക്ഷെ ആ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അപ്പം നുറുക്ക് പങ്കെടുത്ത് കൂട്ടായ്മ ആചരിച്ച് വേറെ ഒന്നും തിരിഞ്ഞ് നോക്കല്ലേ. ആര് ചോദിച്ചാലും പറയണം, സ്വത്രം നീ ഇപ്പൊ കൊട്ടിപ്പാടാൻ പോയെന്ന് ചോദിച്ചാൽ പറയണം, ഓ ഞാനും ഇപ്പൊ കൊട്ടിപ്പാടാൻ, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചില്ലേ, അതിൽ പല സന്തോഷം എന്താ ഉള്ളേ? ആ നരക തീക്കകത്ത് നിന്നെ രക്ഷിച്ചില്ലേ, അതിൽ പല സന്തോഷം ഇനി എനിക്കൊന്നുമില്ല. ഇനി യേശു ഒപ്പം വന്നാലും എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ കയറി പോകാം. ഇത് കേൾക്കുമ്പോണ്ടല്ലോ അവരും കൂടെ ജീവൻ പ്രാപിക്കും. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒളിച്ച് കവറൊക്കെ മറക്കി അത് ഇന്ന് ഞാൻ അടുത്ത ആഴ്ചയായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് എങ്ങനെയാണ് കവറെ കൊണ്ടുപോകും? ഇന്ന് കണ്ടില്ലല്ലോ പള്ളിയിൽ എന്ന് പറയും. അപ്പോൾ വേറെ പള്ളിയിൽ പോയിട്ട് വരികയാണ്, അപ്പോൾ കവറിലിരിക്കുന്നതുകൊണ്ട് കണ്ടില്ല. ഇന്ന് കണ്ടില്ല. ഇന്ന് ഒരു തിരക്കാര് ഒരു അത്യാവശ്യമായിട്ട് പോയിട്ട് പള്ളി വിട്ട് വരികയാണ്, അത്യാവശ്യമായിട്ട് പോയിട്ട് വരികയാണ്. അടുത്ത് നോക്കട്ടെ, സമയം കിട്ടുകയാണെങ്കിൽ ഒരുപാട് തിരക്കുകൾ. എന്നാലും കവറിരിക്കുന്ന വേദവസ്തവം കയ്യിലെടുത്ത് വെച്ചിട്ട് പറയത്തില്ല, ചങ്കിൽ വെച്ച് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവിനെ ഞാൻ കണ്ടുമുട്ടി. ഇനി എൻ്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കാ, ഇനി എൻ്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കാ. യേശുവേ എന്നാദരേ. ഹല്ലേലൂയ. നമ്മുടെ സഭ ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം യേശു തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവ നദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം യേശു തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവ നദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ഹല്ലേലൂയ. എത്ര ദിവസം പള്ളിയിൽ നിന്ന് ആൾക്കാർ അത്രയും ദിവസവും ആ സഹോദരൻ പറഞ്ഞു ഒരേ ഒരു വരി, ഞാൻ സത്യം പറഞ്ഞു, സത്യം എന്നെ സ്വന്തമാക്കി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും വന്ന് ഈ സത്യവചനം എന്തെന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ കണ്ണും തുറക്കട്ടെ.
നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒന്നും സത്യമല്ലെന്ന് അവർ ചങ്കത്ത് കൈവച്ച് വേദപുസ്തകം വെച്ച് അപ്പന്റെ വചനത്തെ ഉയർത്തിപ്പിടിച്ച് അവർ സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മളോടാണ് ഇത് കേട്ടാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇതിനകത്ത് എനിക്കറിയത്തില്ല, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ കർത്താവിന് സ്നാനപ്പെടുകയും രക്ഷിക്കപ്പെടുകയും മാനസാന്തരപ്പെടുകയും പരിശുദ്ധാത്മാവിൽ ഭാവിക്കുകയും കർത്തൃമേശയിൽ പങ്കെടുക്കുകയും അപ്പോസ്തലിക ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് എത്ര വില കൊടുത്തായിരുന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങളുടെ കുടുംബം മാത്രമല്ല, നിങ്ങളുടെ അടുത്ത തലമുറ പോലും. ഹല്ലേലൂയ. ഉറപ്പാ ഞാൻ പറയുന്നത്, ഉറപ്പാണ്, ഉറപ്പ്. ഹല്ലേലൂയ. അവർക്ക് ലഭിക്കേണ്ട എല്ലാ നന്മയും നൽകുവാൻ ദൈവം മതിയേവൻ. അടുത്ത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് 10-ാം അധ്യായം വായിച്ച് നിർത്താൻ പോകുകയാ. കൊർന്നല്യോസിന്റെ അടുത്ത് ദൈവം ഇറങ്ങി പറഞ്ഞു. കൊർന്നല്യോസ് അംഗീകരിച്ചു. പത്രോസ് പ്രസംഗം കേട്ടു, മുട്ടുമടക്കി. പത്രോസേ, അപ്പോസ്തലന്റെ മുമ്പിൽ മുട്ടുമടക്കി. അവരെല്ലാവരും അഭിഷേകം പ്രാപിച്ചു. തീർന്നില്ല, അവർ സ്നാനപ്പെട്ടു, യേശുവിനോട് കൂടെ ചേർന്നു. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന പൈതങ്ങളെ എല്ലാം ദൈവം നമുക്ക് വഴികളെ തുറക്കും, വാതിലെ തുറക്കും, നമുക്ക് ആവശ്യമുള്ള എല്ലാം തരും. പക്ഷെ കർത്താവ് സ്വർഗത്തിൽ പോകാനുള്ള എല്ലാം നമ്മളിവിടെ വെച്ച് പ്രാർത്ഥിക്കണം. ബാക്കിയെല്ലാം അതെല്ലാം നമുക്ക് ആവശ്യമാണ്, നമുക്കെല്ലാം ദൈവം തരും, ഉറപ്പാണ്. പക്ഷെ പിടി അതിലായിരിക്കല്ലേ, സ്വർഗത്തിൽ പോകുന്നതായിരിക്കണം.